എന്തൊക്കെയാണ് ഈ കൊച്ചു കൊൽക്കത്തയിൽ നടക്കുന്നത്? എന്തൊക്കെയാ കൊൽക്കത്തയിൽ സൂക്ഷിച്ചു നോക്കിയ ജീവയുടെ മുഖവും കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയ ഋതിക് റോഷന്റെ മുഖവുമുള്ള മെസ്സിയുടെ ആണെന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉദ്ഘാടനം ചെയ്യാനായിട്ട് മെസ്സി ഇന്ത്യയിൽ വന്നു. ഗോട്ട് ഇന്ത്യ ടൂർ എന്നായിരുന്നു പേര്. മെസ്സിയുടെ കൂടെ സുവാരസും ഡീപോളും ഉണ്ടായിരുന്നു. കേരളത്തില് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് മെസ്സിയുടെ പൊടി പോലും വന്നില്ല. അങ്ങനെ മെസ്സി തന്റേതാണെന്ന് പറയപ്പെടുന്ന സ്റ്റാച്ചു ഉദ്ഘാടിക്കാനായിട്ട് കൊൽക്കത്തയിലെത്തി. 5000 10,000 ഒക്കെ ആയിരുന്നു ടിക്കറ്റിന്റെ പ്രൈസ്. സ്വന്തം കല്യാണം മുടങ്ങിയും ജോലി കളഞ്ഞൊക്കെ കിലോമീറ്ററുകൾ അകലെ നിന്ന ആളുകൾ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. 85,000 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആ സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. 1 മണിക്കൂർ എന്തോ ആണ് മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാവുമെന്ന് എല്ലാവരെയും അറിയിച്ചത്. അങ്ങനെ രാവിലെ മുതൽ ആഘോഷമായിട്ട് ആളുകൾ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങി. അർജന്റീനയുടെയും ബാഴ്സയുടെയും ഇന്റർ മിയാമിയുടെ എല്ലാം ജേഴ്സികൾ ആൾക്കൂട്ടത്തിൽ തിങ്ങി നിറഞ്ഞു. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങിയ മെസ്സി 10 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു കയറി. എന്നാൽ 100ഓളം പോന്ന രാഷ്ട്രീയക്കാരും സെക്യൂരിറ്റീസും രാഷ്ട്രീയക്കാരുടെ ഫാമിലീസും സിനിമാ നടന്മാരായ VIP ഉൾപ്പെടെ എല്ലാവരും മെസ്സിക്കൊപ്പം നടന്നു. അയാളുടെ ഒപ്പം അയാളെ നിർബന്ധിച്ചും അല്ലാതെയൊക്കെ ഫോട്ടോസ് എടുത്തു. ഇങ്ങനെ തത്തേ കൂട്ടിലടച്ച പോലെ നടക്കുന്നതിനിടയിൽ സ്റ്റേഡിയത്തിലുള്ള ആളുകൾ മെസ്സിയെ എങ്ങനെയാണ് കാണുന്നത്? മെസ്സി കൈ വീശുന്നുണ്ട്. ആ മനുഷ്യൻ പക്ഷെ അത്രയും വലിയ കൂട്ടത്തിൽ കൈവീശി എങ്ങനെ കാണാനാണ്? മെസ്സിയുടെ ഫുട്ബോൾ ജഗ്ലിങ്ങും മറ്റ് ഇവന്റ്സും ഒക്കെ പ്രതീക്ഷിച്ച് ഇതെല്ലാം കണ്ടു ക്ഷമിച്ചിരുന്ന നിമിഷത്തിലാണ് 10 മിനിറ്റിന് ശേഷം മെസ്സി തിരിച്ചു കയറി പോകുന്നത് ഈ 80,000-ഓളം ആളുകൾ കാണുന്നത്. ഇത്രയും പൈസ മുടക്കി എത്രയോ സമയം എത്രയോ ദൂരം താണ്ടി വന്ന് ഇവര് പ്രതികരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവര് പ്രതികരിച്ചു. സ്വാഭാവികം. ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. സ്റ്റേഡിയം അടിച്ച് നശിപ്പിച്ചു. ഗാലറികളിൽ തെറിവിളിയായി. മെസ്സിയുടെ ബാനറുകൾ വലിച്ചു കീറി. അതൊന്നും പക്ഷെ മെസ്സിനോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. എല്ലാ സംഘാടകരോടും ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയുന്ന പൊളിറ്റീഷ്യൻസിന്റെ അടുത്തൊക്കെയായിരുന്നു ആളുകൾക്ക് ദേഷ്യം. ശരിക്കും ഇതിൽ ആരാണ് തെറ്റുകാര്? മെസ്സിയോ അതോ ഈ പരിപാടിയുടെ സംഘാടകരോ? തന്റെ ഐഡിയോളിനെ കാണാനായിട്ട് ഇത്രയധികം സഹിച്ചു വന്ന് ഒരു നോക്ക് കാണാൻ സാധിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അവരെവിടെ തീർക്കും? സംഘാടകർക്കാണ് വലിയ തെറ്റ് പറ്റിയത്. ഓർഗനൈസിംഗ് ശരിയായില്ല. ഇതിനു മുന്നേ കൊൽക്കത്തയിൽ മറഡോണ വന്നപ്പോൾ ഇതുപോലെ ഒരു പ്രശ്നവും വന്നുണ്ടായില്ല. കാരണം ആളുകൾ കാണാൻ വന്ന മറഡോണയെ അവർ മതിയാവോളം കണ്ടു. പക്ഷേ 2008 മറഡോണയെ പോലെയല്ല മെസ്സി എന്ന് സംഘാടകർ ഓർക്കണമായിരുന്നു. കാരണം മറഡോണ കളിയാക്കി നിർത്തിയിട്ട് പുതിയ താരങ്ങൾ ഉദിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ കൊൽക്കത്തയിൽ വന്നത്. ആ സമയം ഒരു കൗതുകത്തിന്റെയോ അല്ലെങ്കിൽ പണ്ട് ആരാധിച്ചിരുന്ന ഒരു കളിക്കാരൻ മാത്രമായിരുന്നു മറഡോണ. സോ ആളുകൾ ഒരു പരിധി വരെ കുറവും ശാന്തനുമായിരുന്നു. പക്ഷെ മെസ്സിയുടെ കാര്യം അങ്ങനെയല്ല. അയാള് എല്ലാം നേടി അയാളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പോരാത്തതിന് ഇപ്പോഴും കളിക്കളത്തിലുള്ള ഒരു താരം, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു താരം. അയാളെ കാണാനായിട്ട് 10,000 20,000 50,000 ഒക്കെ കൊടുത്ത ആളുകൾ വരുമെന്ന് സംഘാടകര് വിചാരിക്കണമായിരുന്നു. അപ്പൊ സംഘാടകര് അവരെ തൃപ്തരാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവര് സ്വന്തം ഫോട്ടോ എടുക്കാനും മെസ്സിയെ പരിചയപ്പെടാനെല്ലാമായിട്ട് ബാക്കിയുള്ളവരെ പുച്ഛിച്ച് തള്ളി. അതായത് അവിടെ ഇരുന്ന ഓരോരുത്തരെയും സംഘാടകര് സ്കാം ചെയ്ത പോലെയായി തീർന്നു. ആളുകൾ പ്രതികരിച്ചു. കുറെ ആളുകൾ ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലും എല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഒരു രസത്തിനും തമാശയ്ക്കും മറ്റാളുകൾ കൂടെ കൂടി. പിന്നെ ആ ഗ്രൗണ്ടിൽ നടന്നത് ഒരു സംഹാര താണ്ഡവമായിരുന്നു. ചിലപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും മേ ബി ഇത് തന്നെ ചെയ്തേനെ. ഇന്നിപ്പോ ടിക്കറ്റ് എടുത്തവർക്ക് റീഫണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അവർ ഇതുപോലെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ റീഫണ്ട് പോലും അവർക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഓഡിയൻസ് ചെയ്തതിലും തെറ്റുണ്ട്. സ്റ്റേഡിയത്തിന് കേടുപാടുകൾ ഉണ്ടാകാതെ അവർക്ക് മാന്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാമായിരുന്നു. അവരുടെ പ്രതിഷേധം അറിയിക്കാമായിരുന്നു. ഇപ്പൊ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ആ സ്റ്റേഡിയത്തിന് വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ പേഴ്സണൽ ലോസിനും ആ ഇവന്റ് കാരണമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും മെസ്സി ഇന്ത്യയിൽ വരുമെന്ന് തോന്നണില്ല. ഓൾറെഡി വൃത്തിയില്ല, ഫുഡ് മോശം, ടോയ്ലറ്റ്സ് ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ ഫോറിൻ കൺട്രീസിൽ നല്ല ഹെയ്റ്റ് ആണ്. ഇതിപ്പോ ആ ഹെയ്റ്റ് കൂടാനുള്ള ഒരു കാരണം കൂടിയായിട്ട് മാറി. കാരണം ഇന്റർനാഷണൽ റീച്ചാണ് ഈ വാർത്തയ്ക്ക് കിട്ടിയത്. അതിലെ കമന്റ്സിലെല്ലാം തന്നെ ഇന്ത്യനെ എല്ലാവരും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻസ് കാരണം ഇന്ത്യ കോമാളിയാകുന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കല്യാണം മാറ്റിവെച്ചെന്ന ഇയാള് ഡാർജിലിംഗിൽ നിന്ന് വന്ന ഇവള്. Really disappointing. We came all the way from Darjeeling just for this. We paid like 12,000. ഇങ്ങനെ എത്രയോ പേര് നിരാശരായി മാറി. ഇന്റർനാഷണലി ഫാൻ ഫോളോയിങ് ഉള്ള ഇത്രയും പോപ്പുലറായ ഒരു കളിക്കാരനായതിനാൽ തന്നെ ലോകം മൊത്തം ഇപ്പോൾ ഈ വാർത്ത വൈറലാണ്. ലിറ്ററലി ഒരു രാജ്യം തന്നെ തലതാഴ്ത്തുന്ന അവസ്ഥ. ഇനി മലയാളികൾ പലരും വന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ്, ബംഗാളികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കിയിട്ട് കമന്റ് ഇടുന്നത് കണ്ടിരുന്നു. മെസ്സി കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഈ 100% ലിറ്ററസി ഉള്ള നമ്മള് ചേട്ടന്മാര് ഉറപ്പായിട്ടും ഇതിലപ്പുറം ചിലപ്പോൾ കാണിച്ചേനെ. ഒരു സിനിമാ നടൻ കോടതിയിൽ പോയപ്പോ പിന്നാലെ ഡ്രോൺ പറത്തിയ ആൾക്കാരാണ് നമ്മള്. ഒരു ബിഗ് ബോസ് താരം ഔട്ടായിട്ട് വരുമ്പോ എയർപോർട്ട് നിറയ്ക്കുന്നവരാണ് നമ്മള്. ആ നമ്മൾക്ക് അവരെ കളിയാക്കാനായിട്ട് ഒരു യോഗ്യതയില്ല. മലയാളിയും ഇതിനൊന്നും ഒട്ടും പിന്നിലല്ല. ഒരു ബിഗ് ബോസ് താരത്തിനെ എയർപോർട്ടിൽ പൊതിയുന്ന നമ്മള് ചിലപ്പോൾ നമ്മള് കാരണം മെസ്സി വരുമ്പോ ഫ്ലൈറ്റ് പോലും ക്യാൻസൽ ചെയ്യേണ്ടി വന്നേനെ. ഇത്ര ആള് എയർപോർട്ടിലേക്ക് ഒഴുകിയാനെ. സോ ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല. ഞാനും നീയും നമ്മളെല്ലാം ഇതിലൊരു
ഒരുത്തൻ തന്നെയാണ്. തമിഴ്നാട്ടിലെ TVKയുടെ പരിപാടിയിലും നടന്നതും ഇതുപോലെ ഒന്ന് തന്നെയാണ്. അപ്പോഴും മലയാളികൾ തമിഴന്മാർക്ക് ബുദ്ധിയില്ല, ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കണ്ടു. അതേസമയം വിജയുടെ ഒരു ഇവന്റ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇതിലപ്പുറം ആള് കൂടുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ഇതാണ്: അന്ധമായിട്ടുള്ള ആരാധന അകറ്റുക, സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. കാരണം പോകുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമേ പോകത്തുള്ളൂ. സോ ജാഗ്രത.